ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കലാണ്. ഇവിടുത്തെ നമ്മൾ ആമ്പൽ വസന്തം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ വരുന്നവരെല്ലാവരും രാവിലെ തന്നെ എത്തണം. കാരണം 9:30 ആകുമ്പോൾ ഈ അമ്പൽപ്പൂക്കളെല്ലാം ചുരുങ്ങിപ്പോവും. വെയിൽ വന്നു കഴിയുമ്പോൾ ഇത് ചുരുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? വാങ്ങിച്ചോ? ചേച്ചിക്ക് ഒരു ടാറ്റോ എടുത്തേ, ഒരു മോടത്തെ. ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞുതരും. ചേട്ടൻ ഇവിടുത്തെ സീസൺ എപ്പോഴാണ്? ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തേക്ക് കാണും. അത് കഴിഞ്ഞാൽ ഇവിടെ നെൽകൃഷിയുള്ളതാണ്. നെൽകൃഷിയുണ്ട്. ഇത് കഴിയുമ്പോൾ ഈ വെള്ളം പറ്റിക്കുക, അന്നേരം ഇതിൻ്റെ സീസൺ കഴിയുകയാണ്. പിന്നെ നെൽകൃഷി ഇത് 9000 പാടശേഖരത്തിന് അറിയപ്പെടുന്നത്. ഈ മൊത്തം ഇത് ടോട്ടൽ ഇത് അപ്പുറമുണ്ട് തിരുവായിക്കരി. അങ്ങനെ ഇഷ്ടപ്പെട്ടിരിക്കുക. ഇവിടത്തെക്കാട്ടും കൂടുതൽ കുറച്ചുകൂടെ ദൂരം പോയി കഴിഞ്ഞാൽ പോലെ ഇതുണ്ട്. ഇപ്പോൾ രാവിലെ നമ്മൾ എത്ര മണിക്ക് ഇവിടെ എത്തണം? രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എത്തുക. 7 മണിക്ക് വരണം. 7 മണിയാണ്. അപ്പോൾ ആ സൂര്യ വെച്ച് വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല കളർഫുൾ ആയിരിക്കും. ഒരു 10-11 ഈ സമയം ഇനി പതുക്കെ മുമ്പാ ചുരുങ്ങിപ്പോവും അല്ലേ? ഇനി ചോക്കി എല്ലാം പിന്നെ അത് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കാണാം എന്നെങ്കിൽ തന്നെയും ഒരു ഇത്ര വ്യൂ വരത്തില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ടുള്ളല്ലോ ഇത്രയധികം തിരക്കും കാര്യങ്ങളൊക്കെ. അല്ല, ഒരു 5-6 വർഷമായി. കൊറോണ സമയത്ത് മാത്രം ഒന്ന് ഇതായിപ്പോയി. എന്നാലും അതിന് ശേഷം നല്ല ആക്റ്റീവായിട്ട് വരും. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളവരൊരു ജീവിത വരുമാന മാർഗം കൂടിയായിട്ട് വള്ളം ഇതുപോലെ കച്ചവടക്കാർക്ക് ഇപ്പൊ കച്ചവടക്കായത്തോണ്ട് കുറവായിരുന്നു. കുറച്ച് വരും കേട്ടോ. തുടങ്ങിയതല്ലേ ഉള്ളൂ. 4 മാസത്തേക്ക് കൊണ്ടുള്ളതുകൊണ്ട് 3-4 മാസത്തേക്ക് ഉണ്ടാവും. ഇപ്പൊ ഏത് മാസമാണ് അപ്പൊ ഇവിടെ ഇതിപ്പോ ഇനി പറ്റിക്കുന്നത്? ജൂലൈ അല്ലേ? ഒക്ടോബർ നവംബർ വരെയൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ആകെ ഒരു കൃഷിയുള്ളൂ. ഒറ്റ തവണ മാത്രമേ ഇവിടെ കൃഷിയുള്ളൂ. അത്ര നാളത്തേക്ക് ഇത് ഉണ്ടാകും. താങ്ക് യു ചേട്ടാ. ഇവിടെ ആമ്പൽപ്പൂ കാണാനെത്തിയ ഒരു ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ആമ്പൽപ്പൂവിൻ്റെ തൈ പറിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ആമ്പൽ തൈ കിട്ടിയ സന്തോഷത്തിൽ ആ ചേട്ടൻ പിള്ളേർക്കൊരു ടിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഹാപ്പി, ചേട്ടനും ഹാപ്പി. ഇത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. KSRTCയുടെ ഉല്ലാസയാത്ര ബസ്സാണത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ 1-2 ബസ് ഞങ്ങളിവിടെ കണ്ടായിരുന്നു. രാവിലെ ഇവിടെ പെട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് 100 രൂപ, ഒരാൾക്ക് 100 രൂപ. എവിടെ? അവിടെ അടുത്ത് അങ്ങ് പോകുന്നതിന് 2.5 കിലോമീറ്റർ. അപ്പോൾ ഒരു വെള്ളം 1000. താങ്ക് യു ചേട്ടാ. ഈ കിടക്കുന്ന ഈ ബോട്ടുകളിൽ കയറിയാണ് നമ്മൾ ഈ പാടത്തേക്ക് അങ്ങോട്ട് എത്തുന്നത്. ഈ ഒരു ബോട്ടിൽ ഒരാൾക്ക് 100 രൂപയാണ്. പിന്നെ ഇത് അങ്ങ് അറ്റം വരെ പോവുകയാണെങ്കിൽ 1000 രൂപ. ഞങ്ങളും വരുന്നുണ്ട് അങ്ങോട്ട്. ആ ടർക്കി വേണം തല കേട്ടോ. അത് അതാണ് ഞാൻ അവരുടെ
അല്ല നിങ്ങൾക്ക് എന്നാ ഞാൻ പറഞ്ഞില്ല, ഞാൻ നമുക്ക് അത്രയും 150 രൂപ. കളർ എന്താ ഇത്? ഇത് വെള്ള, ഇത് ചുമല. തണ്ട് കണ്ടോ? ചേറുണ്ടല്ലേ പിടിക്കുള്ളൂ. കണുത്ത കണ്ണുണ്ടാ പിന്നെ കുഴപ്പമില്ല. കണ്ടോ? ആ അത് പിടിക്കണം. അങ്ങനെ ഞങ്ങൾ ബോട്ട് പോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളിനി കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. താറാവ് നമ്മളിവിടെ വന്നപ്പോൾ ഈ പയ്യന് വീശിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ അനിയന് വീശണമെന്ന് തോന്നി. അപ്പോൾ അവൻ വീശാൻ പോവാണ്. നമ്മുടെ ഇവിടെയുള്ളത് പിള്ളേർക്കൊക്കെ നല്ലൊരു ആഘോഷമാണ്. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പിള്ളേരെല്ലാം വെള്ളത്തിൽ തന്നെ ആമ്പലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുക. ഇവർ ഈ പൂക്കളൊക്കെ കഷ്ടപ്പെട്ട് പറിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു കെട്ട് പൂവിന് 30 രൂപ വെച്ചാണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ആമ്പലിൻ്റെ തൈകളും ഇവരിവിടുന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഒരു 20 മിനിറ്റ് എടുത്താണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ശരിക്കും ഇത് വള്ളത്തിന് വരുവാണെങ്കിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അവിടെ എത്താം. പക്ഷേ ഒരു 20 മിനിറ്റ് കൊണ്ട് നടക്കാവുന്ന ദൂരം ഇവിടെ ഉള്ളൂ. വള്ളത്തിന് പോകേണ്ടവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പോകാം. ആ ഒരു ഫുള്ള് കിട്ടുന്നുണ്ട്, ആ ഒരു കളറ് ഇതില്ലത്. വരാലി നീ ഒരു വരാലിനെ കണ്ടതേ? ഋതു മീനിനെ കണ്ടതേ? ആ അതെ പോവാ കേട്ടോ. ഇവനെവിടെ പോണ്ടേ? ഇവനെവിടെ പോണം? ഈ ആമ്പൽപ്പാടം തുടങ്ങിയെടുത്തുന്ന ഒരു കിലോമീറ്റർ അടുത്താണ് നമ്മൾ നടന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ബോട്ടിന് അവിടെ നിന്ന് ഇവിടം വരെ വരുവാണെങ്കിൽ 1000 രൂപയാണ്. പക്ഷെ നമ്മൾ നടന്ന് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നടന്നും വരാം, അതുപോലെ തന്നെ വള്ളത്തിലും വരാം. പക്ഷേ രണ്ടും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കും. ഏകദേശം ഒരു 6 വർഷം മുന്നേതാണ് നമ്മൾ ഈ ഒരു മലരിക്കൽ ആൾക്കാർ അറിഞ്ഞു കൊടുക്കുന്നത്. കാരണം ടിക്ടോക്കൊക്കെ വന്നു തുടങ്ങിയാണ് ആദ്യത്തെ ഒരു വീഡിയോ ഇടുന്നതും വൈറലാകുന്നതും. ആ സമയത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി ആളുകൾ ടൂറിസ്റ്റ് പ്ലേസായി ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്കൊരു ജീവിത വരുമാന മാർഗം കൂടിയായിട്ടുണ്ട്. കാരണം ഓരോ കച്ചവടക്കാർ ഇവിടെ ഓരോ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ വെള്ളം, ഐസ്ക്രീം, ഫുഡ് അങ്ങനെ പല തരത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സോഷ്യൽ മീഡിയ കാരണം ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം തന്നെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളിവിടെ എത്തുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു 7 മണി, നമ്മൾ ഈ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ അടിപൊളിയായിട്ട് കാണാം. 7 മണിക്ക് വരുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു 10:30 മുന്നേ തന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കണം. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇത് ആമ്പൽപ്പൂ എല്ലാം ഇങ്ങനെ ചുരുങ്ങി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ മലരിക്കയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യ സ്പോട്ട് കാണുന്നിടത്ത് തന്നെ നിൽക്കാതെ നമ്മൾ കുറച്ചൊരു കിലോമീറ്റർ തന്നെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അധികം ആൾക്കാരില്ലാതെ നല്ല പോലെ നമുക്ക് ഈ ആമ്പൽപ്പൂക്കൾ കാണാം. നമ്മളിപ്പോൾ വരുന്ന സ്ഥലത്ത് തന്നെ നിന്ന് കാണുവാണെങ്കിൽ അവിടെ എല്ലാവരും വന്ന് പൂക്കളൊക്കെ പറിച്ച് അധികം ഫ്ലവറൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും കുറച്ചുകൂടി ഒരു കിലോമീറ്റർ കൂടി നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കൾ കാണാം നമുക്ക്. ഇപ്പോൾ ഇതേ സമയം 10 മണിയായി. അപ്പോൾ പൂക്കളെല്ലാം തന്നെ വാടി ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതേ നല്ല മഴക്കാറുണ്ട്. അപ്പോൾ നമ്മളതിൽ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ബൈ.
ഞങ്ങളത് തിരിച്ചു പോകുന്ന വഴിയാണ് ഇവിടെ 2 ചേച്ചിമാരെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു നിങ്ങളിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മഴ പെയ്ത് നമ്മൾ കുഞ്ഞുമായിട്ട് ഇടയ്ക്ക് ഏതെങ്കിലും സ്റ്റക്കായി പോകും. അപ്പോൾ അവരുടെ വീട്ടിൽ കയറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറി ഉടനെ തന്നെ നല്ല മഴയായിരുന്നു. പക്ഷേ ഇവിടെ വീട്ടിൽ നിന്ന് കാണാനും നല്ല വ്യൂ ആണ്. മഴയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ആസ്വദിക്കാം. നമ്മളിവിടെ ചെന്ന് കഴിഞ്ഞാണെങ്കിലും നമ്മുടെ ഒരു സ്വന്തം വീട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്ക് അവിടെ നിന്നാണെങ്കിൽ കുഞ്ഞു കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് അവർ അത്യാവശ്യം ഫുഡൊക്കെ കുഞ്ഞിനവർ കൊടുക്കുമായിരുന്നു. കുഞ്ഞിനെ എടുക്കുകയും ഒക്കെ ചെയ്തു. നമുക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലമായിട്ട് തോന്നിയില്ല. എന്നാലും ഇവിടെ നിന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങിയത്. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാം കണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.